ഭൂമിയിലെ ദൈവരാജ്യ സംസ്ഥാപനമെന്ന വലിയ ദൗത്യം തന്റെ പ്രേക്ഷിതരെ ഭരമേൽപ്പിച്ചിട്ട് സ്വർഗാരോഹിതനായ ക്രിസ്തുനാഥൻ അവർക്കാവശ്യമായ എല്ലാ സഹായങ്ങളും സഹായകനെയും വാഗ്ദാനപ്രകാരം നൽകി. മനുഷ്യസാധ്യമെന്ന് കരുതാനാവാത്ത വലിയ ഉത്തരവാദിത്തങ്ങൾ പോലും ഏറ്റവും ലളിതമായി പൂർത്തീകരിക്കാനായ അനുഭവങ്ങളാണ് 2000 വർഷം നീണ്ട സഭയുടെ ചരിത്രത്തിൽ എന്നും നാം ദർശിക്കുന്നത്. ഏത് കഠിന പ്രയത്നങ്ങളിലും കൂടെ നിന്ന് അവനെ സഹായിക്കുവാൻ അവിടുത്തേക്ക് ആവശ്യം ഒന്നു മാത്രം: പൂർണ്ണമായ സമർപ്പണം. അതോടൊപ്പമുള്ള സേവന സന്നദ്ധതയും പ്രേക്ഷിത തീഷ്ണതയും കൂടിയാകുമ്പോൾ ഈ ലോകത്തിലെ ദൈവരാജ്യ സ്ഥാപനം സാക്ഷാത്കരിക്കപ്പെടുന്നു. പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ദൈവവിളികളിലൂടെ ഈശോയുടെ രക്ഷാകര ദൗത്യം ഭൂമിയിൽ പൂർത്തീകരിക്കപ്പെടുന്നു. മോൺസിഞ്ഞോർ മാത്യു എം ചാലിൽ വിവരണങ്ങൾക്കും വിശേഷണങ്ങൾക്കും അതീതനാണ്. ഓരോ കാലത്തും തനിക്കുമേലുള്ള ദൈവനിയോഗങ്ങളെ തിരിച്ചറിഞ്ഞ് ഏറ്റവും വിശ്വസ്തയോടെ ജീവിതം കൊണ്ട് അതിനോട് പ്രത്യുത്തരിച്ച ദൈവത്തിന് ഏറ്റവും പ്രിയങ്കരനായ ഈ ശുശ്രൂഷകൻ ഇന്നും ഒരു ചെറുപ്പക്കാരനെ വെല്ലുന്ന ഊർജ്ജസ്വലതയോടെ തൻ്റെ കർമ്മരംഗങ്ങളിൽ മുന്നേറുന്നു. അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും എന്ന വചനത്തിൻ്റെ സാക്ഷ്യം കൂടിയാണ് ബഹുമാനപ്പെട്ട ചാലിലച്ചൻ്റെ ജീവിതം. ചെറുപ്പകാലം മുതൽ സത്യസന്ധനെന്നും വിശ്വസ്തനെന്നും അറിയപ്പെട്ടിരുന്ന അച്ഛനിൽ പഠനകാലങ്ങളിൽ തന്നെ ഏറെ ദൗത്യങ്ങൾ ഭരമേൽപ്പിക്കപ്പെട്ടിരുന്നു. വൈദിക പരിശീലന കാലഘട്ടങ്ങളിൽ ശരിയായൊരു കർത്തൃശുശ്രൂഷകനായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരുന്ന ചാലിലച്ചന് ഓരോ നിമിഷങ്ങളും ശക്തമായ തിരിച്ചറിവുകളാക്കി മാറ്റുവാൻ ദൈവം തിരുമനസ്സായിരുന്നു. വ്യക്തമായ തിരിച്ചറിവുകളിലൂടെ ചെറുപ്പകാലത്ത് സസൂക്ഷ്മം വഴി നടത്തിയ ദൈവം ചാലിലച്ചനെ തുടർന്ന് നയിച്ച വഴികൾ അത്ഭുതകരമാണ്. ഒരുപക്ഷേ ഈ ആധുനിക കാലത്ത് നമുക്ക് സങ്കല്പിക്കാൻ പോലുമാവാത്ത ദുരിതങ്ങളുടെയും പരാധീനതകളുടെയും നടുവിലൂടെ യാത്ര ചെയ്ത ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുവാൻ അദ്ദേഹം വഹിച്ച പങ്ക് അവർണ്ണനീയമാണ്. ആത്മീയമായും ഭൗതികമായും തെല്ലും കുറവുകളേശാതെ ഒരു വലിയ ദൈവജനത്തെ പരിപാലിക്കുക തീർത്തും ശ്രമകരം തന്നെയായിരുന്നു. പകരക്കാരനില്ലാത്ത ഒരു പ്രേക്ഷിതനെന്ന വിശേഷണത്തോടെ ചാലിലച്ചൻ ഇന്ന് വിലയിരുത്തപ്പെടുമ്പോൾ ദൈവം നൽകിയ സവിശേഷമായ അനുഗ്രഹങ്ങളാണ് അദ്ദേഹം തിരിച്ചറിയുന്നത്. 1963 മാർച്ച് മാസം ചാലിലച്ചൻ പൗരോഹിത്യം സ്വീകരിച്ചപ്പോൾ അത് തലശ്ശേരി രൂപതയ്ക്ക് മുഴുവൻ അവിസ്മരണീയമായൊരു ദിനമായിരുന്നു. രൂപത നിലവിൽ വന്നതിനു ശേഷമുള്ള ആദ്യ ബാച്ചിൻ്റെ തിരുപ്പട്ട സ്വീകരണത്തോടൊപ്പം രൂപതയുടെ ആദ്യ സെമിനാരിയുടെ തുടക്കവും ആ വർഷമായിരുന്നു. തുടർന്ന് തൻ്റെ ഇടവക ദേവാലയമായ ചെമ്പേരിപ്പള്ളിയിൽ പ്രഥമ ബലിയർപ്പണവും നടത്തിയ ചാലിലച്ചൻ ഏറെ വൈകാതെ തൻ്റെ ആദ്യ പ്രവർത്തന മേഖലയായിരുന്ന കാസർഗോഡിൻ്റെ മണ്ണിലേക്ക് നിയോഗിക്കപ്പെടുകയുണ്ടായി. ആദ്യത്തെ നിയമനം എൻ്റേത് ചിറ്റാരിക്കാൽ തോമാപുരം ഇടവയിലേക്കായിരുന്നു. അസിസ്റ്റൻ്റ് വികാരി. അതെ, അന്ന് ഇടവ വികാരി കൊല്ലംപറമ്പിലച്ഛനായിരുന്നു. ഒരു പ്രായമുള്ള, ഒത്തിരി പ്രായമുള്ള അച്ഛനാണെങ്കിലും വളരെ പക്വമതി, വളരെ നല്ല തമാശകാരൻ, വളരെ രസമായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ള ജീവിതം. അപ്പോൾ അങ്ങനെ ചിറ്റാരിക്കാലിൽ ഞങ്ങൾ ചുരുങ്ങിയ കാലം കൊണ്ട്
ആ ഇടവക മുഴുവനായിട്ട് പരിചയപ്പെടാൻ അവസരം ഉണ്ടായി. വളരെ സ്നേഹമുള്ള മനുഷ്യർ, വളരെ നല്ല വികാരിച്ചൻ. അതുകൊണ്ട് അവിടുത്തെ ആ ജീവിതം വളരെ സന്തോഷപ്രദമായിരുന്നു. ഞാൻ ചെന്ന് അധികം താമസിക്കാതെ തന്നെ ഒരു അസിസ്റ്റൻറ്റും കൂടി അവിടെ വന്നു. ചിറ്റാരിക്കാർ ഒരു വലിയ ഇടവകയായിരുന്നു. ഈ തളിപ്പറമ്പിന് വടക്ക്, അന്ന് തലശ്ശേരി രൂപതയ്ക്ക്, അല്ലെങ്കിൽ ചെമ്പേരിക്ക്, ആലക്കോടിന് വടക്കോട്ട് ചെമ്പേരി രൂപതയ്ക്ക്, തലശ്ശേരി രൂപതയ്ക്ക് ഇടവയില്ല. 2 ഇടവകളെ അന്ന് കാര്യമായിട്ട് അച്ഛന്മാരുള്ളതുള്ളൂ. ഒന്ന് ചിറ്റാരിക്കാൽ, ഒന്ന് പാലാവേൽ. അപ്പം ചിറ്റാരിക്കാലിലേക്ക് ഞങ്ങൾ 2 പേരെയും കൂടെ അസിസ്റ്റൻ്റാക്കി വിട്ടു. അപ്പം ചിറ്റാരിക്കാലിൻ്റെ കീഴിൽ തെക്കോട്ട് കടുമേനി, തിരുമേനി, ചെറുപുഴ 3 ഇടവകൾ, 3 സ്റ്റേഷൻസ് ഉണ്ട്. വടക്കോട്ട് മാവുള്ളാൽ, മാലൂം, വളാൽ 3 സ്റ്റേഷൻസ് ഉണ്ട്. അപ്പം ഞങ്ങൾ ഓരോ ആഴ്ചയിലും മാറി മാറിപ്പോവും. ഒരാൾ തെക്കോട്ട് പോകും, മറ്റേ ആൾ വടക്കോട്ട് പോകും. അതിൻ്റെ പിന്നത്തെ ആഴ്ചയിൽ ഒരാൾ വടക്കോട്ട്, നേരെ തിരിച്ച്. അങ്ങനെ ഞങ്ങളൊരു ഏകദേശം 2-2.5 മാസം കഴിഞ്ഞപ്പോൾ വള്ളോപ്പിള്ളി പിതാവ് വികാരിച്ചനോട് പറഞ്ഞാൽ അതിലൊരാളിനെ വികാരിയാക്കി വിടാൻ പോവുകയാണ്. അപ്പം പിതാവ് എന്നെ വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ജൂനിയറല്ലേ, മറ്റേ ആൾ എന്നെക്കാൾ 1 വർഷം സീനിയറാണ്, അദ്ദേഹം പോയിക്കോട്ടെ, എനിക്കൊരു വർഷം കൂടെ അസിസ്റ്റൻ്റായിട്ട് പരിചയവും കിട്ടുമല്ലോ, അത് വേണ്ട, അച്ഛൻ തന്നെ പോകാൻ പറഞ്ഞു. എങ്ങനെയും ആട്ടെ പൊയ്ക്കളയാവുന്നതുകൊണ്ട് ഞാൻ വടക്കോട്ട് പോയി. എനിക്കെന്നുണ്ടായിരുന്നത് വളാലായിരുന്നു താമസിക്കാനായിട്ട് നിർദ്ദേശിച്ച സ്ഥലം. വളാൽ, മാവുള്ളാൽ, മാലു, ഇത് 3 ഞാൻ നടക്കുന്നത്. കാസർഗോഡിൻ്റെ മിഷണറി എന്ന പേരിൽ ഇന്നും അറിയപ്പെടുന്ന ചാലിലച്ചന് ആ വിശേഷണം നൽകപ്പെട്ടതിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ട്. വികസനം തെല്ലും സംഭവിക്കാത്ത, അടിസ്ഥാന സൗകര്യങ്ങൾ പോലും സ്വപ്നം മാത്രമായിരുന്ന കാസർഗോഡ് ജില്ലയിലെ ഏറെ പ്രദേശങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ച ആ കാലഘട്ടത്തിലാണ് ആരംഭിക്കുന്നത്. ഇന്ന് തലയുയർത്തി നിൽക്കുന്ന കെട്ടിടങ്ങളും ആധുനിക ഗതാഗത സംവിധാനങ്ങളും കീഴടക്കിയ ഈ സ്ഥലങ്ങൾ അന്ന് വെറും കാട്ടുപ്രദേശങ്ങൾ മാത്രമായിരുന്നു. ചാലിലച്ചൻ്റെ തുടർന്നുള്ള ഏതാനും വർഷങ്ങളിലെ അനുഭവങ്ങൾ ആ പ്രദേശങ്ങളുടെ വികസന ചരിത്രം തന്നെയാണ്. ബിയാനി പുണ്യവാൻ്റെ ചരിത്രം ഞങ്ങൾ സെമിനാരിൽ നിന്ന് പിന്നെയാണ് പരിചയപ്പെട്ടത്, മൈനർ സെമിനാരിൽ നിന്ന്. അന്ന് അദ്ദേഹം ഒരു പാരിഷ് ആർസിലേക്ക് ചെല്ലുന്നതിന്, പാരിഷിൻ്റെ അതിർത്തിയിലേക്ക് ചെല്ലുന്നതിന് അദ്ദേഹം ആ പാരിഷിനെ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പാരിഷിലേക്ക് പ്രവേശിച്ചെന്നുള്ളത് വായിച്ചു തുറക്കുന്നുണ്ട്. അത് ഞാൻ എല്ലാ സ്ഥലത്തും ചെയ്യുന്നുണ്ട്. കാരണം ഒരിടവകയോട് ചെല്ലുമ്പോൾ അതിൻ്റെ അതിർത്തി ചെല്ലുമ്പോൾ തന്നെ പ്രത്യേകമായിട്ട് ആ ഇടവകയെ അവിടുത്തെ പേറ്റുന്ന ആരാണോ ആ പേറ്റിന് പ്രത്യേകമായിട്ട് പേറ്റിന് വഴിയായിട്ട് ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ആ ഇടവകയും സമൂഹത്തെയും കൊടുക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് വളരെ ഇടവകയിലേക്ക് വരുന്നത്. ഞാൻ പുതിയ ഇടവക ഒരു വളരെ കാര്യമായിട്ട് സ്വീകരിച്ചു. പക്ഷെ അന്ന് 10-45 വീട്ടുകാരേ ഉള്ളൂ അവിടെ. പള്ളി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു 30 അടി നീളം കാണും, ഒരു 10-15 അടി വീതി കാണും. അതിനൊരു ചാർത്ത് കെട്ടിയിട്ടുണ്ട്, എല്ലാം മുളയാണ്. ഇത് മണ്ണുകൊണ്ടാണ് ഇതിൻ്റെ ഭിത്തിയൊക്കെ. കല്ലിന് ചെറിയ ഉണ്ടക്കല്ല് പെറുക്കി വെച്ച് ഈ കളിമണ്ണല്ല മണ്ണ് കുഴച്ച് അങ്ങനെയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ പാമ്പിനൊക്കെ കയറിയിരിക്കാവുന്ന പൊത്തുമുണ്ട്. അവിടെ താമസിക്കുമ്പോൾ എനിക്ക് മാവുള്ളാൽ പോകണം, മാലൂത്ത് പോകണം. എങ്കിലും വളാലൊരു വലിയ സെൻറ്ററാക്കണം, ഇടവകയാക്കണം. എനിക്ക് ഇടവകയെന്നൊക്കെ പറയുമ്പോൾ രാമൂര് ഇടവകയോ അല്ലെങ്കിൽ പാലായോ ഒക്കെയാണ് മനസ്സിൽ. എനിക്ക് അതൊക്കെയാണ് എൻ്റെ മനസ്സിൽ. ചെമ്പേരി അവിടെ സ്കൂളുണ്ടാകണം, മഠം ഉണ്ടാകണം, ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള ചിന്തകളാണ് എൻ്റെ മനസ്സിലുള്ളത്. ഒരു ദിവസം രാത്രിയിൽ കിടന്നപ്പോൾ
എൻ്റെ ഈ ലാവൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ ഈ ഓടിൻ്റെ ഇടയ്ക്കൂടെ നമ്മുടെ മുറിയിലൊക്കെ വെളിച്ചം കാണും. ഞാൻ ഏറ്റവും ഇങ്ങനെ പൂച്ച ഇങ്ങനെ കട്ടിലിൻ്റെ ഈ തലയണ ചാരി ഉണ്ടല്ലോ, അതേക്കൂടെ ഇങ്ങനെ മുകളിലേക്ക് ചാടുന്നുണ്ട്. അപ്പം ഞാൻ നോക്കി എന്നതാണ്. അപ്പോൾ നോക്കുമ്പോൾ 2 പാമ്പ്, 2 വളവെഴുപ്പന, ഈ ഒത്തിരി വളയൊക്കെ ശംഖുവരൻ, അത് ഇങ്ങനെ 2 താട്ടിറങ്ങി ഈ പൂച്ച ആടുമ്പോൾ അതിനെ ഇങ്ങനെ കൊത്താൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് പാമ്പിനെ വലിയ പേടിയാണ്. പാമ്പിനെ കൊല്ലാനും ധൈര്യമില്ല. എന്നെ താഴെ എൻ്റെ 2 കുഞ്ഞനുജന്മാർ അവിടെ വന്നിട്ടുണ്ട്. അവരിങ്ങനെ അതിൻ്റെ അപ്പുറം നിലത്ത് പാവിരിച്ച് കിടപ്പുണ്ട്, ഞാൻ കട്ടിലയിലാണ് കിടക്കുന്നത്. അപ്പോൾ അവരറിയരുത് ഇങ്ങനെ. അപ്പോൾ എന്നാ ചെയ്യണമെന്ന് വിചാരിച്ച് ഞാനങ്ങനെ ഭയപ്പെട്ട് ഞാൻ വടി അന്വേഷിച്ചു. അപ്പോൾ ഒരു വടി കിട്ടി. ഈ പൂച്ചയുടെ ശല്യം ഒന്ന്, പൂച്ച ഇങ്ങനെ. അപ്പോൾ ഞാൻ ഒരെണ്ണത്തിനെ ഒരു കുത്തി വലിച്ച് താഴെയിട്ടു. ഉടനെ അടിച്ചു, നടുവിനിട്ടടിച്ചു. കാരണം തലക്കിട്ടടിച്ചാൽ കൊണ്ടില്ലെങ്കിൽ നടുവിനിട്ടടിച്ചു. അത് കൊന്നു. എന്നാലും മറ്റേ ഇങ്ങനെ തൂങ്ങിക്കിടപ്പുണ്ട്. ഞാൻ അതിനെയും കൂടി ഇങ്ങനെ തല്ലിച്ചാടിച്ച് അതിനെയും കൂടി കൊന്നു. പിള്ളേർ 2 പേരും അറിഞ്ഞില്ല. അവർ 2ലും 3ലും പഠിക്കുന്നവരാണ്. അവരറിഞ്ഞില്ല ഏതായാലും. അതുകൊണ്ട് ഞാൻ പിന്നെ കിടക്കുമ്പോഴെല്ലാം ഇങ്ങനെ രാത്രി ഇതിൻ്റെ ഈ പാമ്പ് ഞാന്ന് കിടക്കുന്ന ആ ചിന്തയാണ് എൻ്റെ മനസ്സിലുള്ളത്. അതെന്നെ വളരെയധികം ഭയപ്പെടുത്തുമായിരുന്നു. എങ്ങനെയായാലും കൂടെ കിടക്കാൻ വേറെ മാർഗ്ഗമില്ലല്ലോ. അങ്ങനെ വന്നപ്പോൾ ഇതേ സ്ഥലം ഒന്ന് മാറണം. തന്നെയുമല്ല, വളാലിലും കുറച്ച് ആളുകൾ, മാവുള്ളാലും കുറച്ച് ആളുകൾ. വളാലുകാർ പണ്ടങ്ങാനക്കാരാണ് അധികം. മാവുള്ളാക്കാർ ഈ ചങ്ങനാശ്ശേരി അടുത്തുള്ള ഇവിടുത്തെ കോട്ടയം അടുത്തുള്ള ഒരു ഇടവയുണ്ട്, ആ പ്രദേശംകാര. ഇവർ തമ്മിൽ ഇത്ര മാനസികമായിട്ട് അടിക്കില്ല. വളാലുകാർ വലിയ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ആഢ്യതയൊക്കെ ഉണ്ട്. മറ്റൊരു കുറച്ചൊരു പാവങ്ങൾ, നല്ല മനുഷ്യർ. അപ്പോൾ ഞാൻ ഒരു ആശയം കൊണ്ടുവന്നു, ഇത് 2 ആസ്ഥാനത്തായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു സെൻട്രൽ ഒരു വഴിയിലേക്കൊരു പള്ളിയാണ്. കാരണം ചിറ്റാറ് പള്ളിയുടെ ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. അവിടെ ഇടദിവസം ആരും പള്ളിയിൽ പോയില്ല. അന്ന് രാമൂരത്താണ് എല്ലാവരും പള്ളിയിൽ പോകും, കാരണം വളരെ സൗകര്യമുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ പള്ളി സെൻട്രിൽ വരികയാണെങ്കിൽ, ഒരു വഴി ഉള്ള സ്ഥലത്ത് വരികയാണെങ്കിൽ കൂടുതൽ നല്ലതാണ് എന്നൊരു തോന്നുന്നുണ്ട്. ഞാൻ അത് തന്നെയല്ല, അത്രയും ആളുകളുള്ളപ്പോൾ എത്രയും പേരുണ്ടെങ്കിൽ കുറച്ച് ഇടയ്ക്ക് ശക്തിയാവുമല്ലോ. അപ്പോൾ അങ്ങനെ മാറ്റാൻ ശ്രമം നോക്കി. അപ്പോൾ ഈ 2 കൂട്ടരും എതിർത്തു. അതൊരു ശക്തമായിട്ടുള്ള എതിർപ്പായിരുന്നു. പക്ഷേ രൂപതയിൽ നിന്ന് ഒത്തിരി അകലെ ആയതുകൊണ്ട് എതിർപ്പുകാർക്കൊന്നും അങ്ങോട്ട് തലശ്ശേരിക്ക് പോകാൻ പ്രയാസമായതുകൊണ്ട് രക്ഷപ്പെട്ടതാണ്. പിന്നെ അന്ന് അച്ഛനോട് അവിടുത്തെ കുഞ്ഞാവസി അച്ഛൻ പ്രൊക്രേറ്ററായിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, അച്ഛനിങ്ങനെ വല്ല പരിപാടി ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യണം, പിതാവിൻ്റെ ഒരു ഓർഡർ വാങ്ങിച്ചു വെച്ചോണം. അതല്ലേ കുറച്ച് കഴിയുമ്പോൾ ആളിലൊക്കെ എതിർത്ത് കഴിയുമ്പം പിതാവ് സാധാരണയിൽ ജനങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കാൻ നിർബന്ധിതനായി തീരും, അച്ഛൻ വിഷമത്തിലാവും. അതുകൊണ്ട് ഞാൻ പിതാവിനോട് പറഞ്ഞൊരു കമ്മീഷനെ വെപ്പിച്ചു. കമ്മീഷൻ ആരെയാണ് പറഞ്ഞു? ഞാൻ വർക്കിച്ചൻ്റെ പേര് CJ വർക്കിച്ചൻ. വർക്കിച്ചൻ എന്നോട് ഇച്ചിരി അടുപ്പമാണെന്നുള്ളത് എനിക്കറിയാം. പിന്നെ ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കുന്ന ആളാണെന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ അദ്ദേഹത്തെ കമ്മീഷനായിട്ട് വെച്ചു. അദ്ദേഹം 7ാം കമ്മീഷൻ പോയി പഠിച്ചതിന് ശേഷം എൻ്റെ ഒരു അഭിപ്രായം കൂടെ മാനിച്ച് അച്ഛൻ പറഞ്ഞു, ഇപ്പോഴത്തെ ഇരിക്കുന്ന പള്ളി 2ഉം കുറച്ച് അസൗകര്യമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് വെള്ളരിക്കുണ്ടിൽ ഒരുപാട് എസ്റ്റേറ്റുകളാണ്, എന്നാലും ഒന്ന് ജെസ്യൂട്ട്സിൻ്റെ എസ്റ്റേറ്റാണ്, എന്നാലും നമുക്കൊരു ചെറിയ സ്ഥലം കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത് എന്നുള്ളൊരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞ് ഒരു കമ്മീഷൻ റിപ്പോർട്ട് റെഡിയാക്കി അത് രൂപയിൽ അംഗീകരിക്കുകയും ചെയ്തു. അപ്പം വെള്ളരിക്കുണ്ടിൽ പള്ളി വെക്കുക എന്നുള്ളൊരു ആശയം എനിക്കുണ്ടായി. വാസ്തവത്തിൽ ഒരു കാട്ടുപ്രദേശത്ത് തുടങ്ങിയ അതൊരു വളരെ സാഹസികമായിട്ടുള്ളൊരു പ്രവർത്തനമായിരുന്നു. ഒരു വല മാറി വീശുക എന്നുള്ള ആ ഒരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് അവിടെയും ഞാൻ ചെയ്തത്. അത് വലിയ വിജയമായി. ഇന്ന് വെള്ളരിക്കുണ്ട് അവിടെ ഹൈസ്കൂളുണ്ട്, ഹയർ സെക്കൻഡറി ഉണ്ട്, കോൺവെൻ്റ് ഉണ്ട്, കോളേജ് ഉടനെ തന്നെ അവിടെ ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ്. താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സായി. അതൊരു വലിയ, ഞാൻ ആഗ്രഹിച്ച രീതിയിലുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളായി. 2 കോൺവെൻറ്റുകൾ, ഒരു വലിയ മലബാറിലെ ഒരു ആദ്യത്തെ തന്നി കുടിയേറ്റക്കാരുടെ സെൻറ്ററിലുണ്ടായ താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സായി. അതിൻ്റെ ഞാനൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു എനിക്ക്. ഞാൻ 2 പ്രാർത്ഥിച്ചത്, താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് ആകണം, രൂപത ഹെഡ് ക്വാർട്ടേഴ്സ് ആകണം. എന്ന് വെച്ചാൽ കാസർഗോഡ് രൂപത ഉണ്ടാകുമ്പോൾ അതിൽ ആദ്യത്തേത് നടന്നു, രണ്ടാമത്തേത് നടക്കുമെന്ന് എനിക്ക് കൃത്യം പറയാൻ പറ്റിയില്ല.
ഏറ്റവും വലിയ വെല്ലുവിളികളെ സധൈര്യം ഏറ്റെടുത്തുകൊണ്ട് ജീവിതത്തെ കെട്ടിപ്പടുക്കുവാൻ തിരുവിതാംകൂർ ഭാഗങ്ങളിൽ നിന്ന് സകുടുംബം യാത്ര തിരിച്ചവരാണ് കുടിയേറ്റ ജനവിഭാഗങ്ങളിൽ ഏറെ പേരും. എല്ലാ പ്രതിസന്ധികളെയും മരണകരമായ ദുരനുഭവങ്ങളെയും പ്രത്യാശയോടെ സമീപിക്കുവാനും വിജയകരമായി അതിജീവിക്കുവാനും അവരെ പ്രാപ്തരാക്കിയത് വിശ്വാസവും പ്രാർത്ഥനാ ജീവിതവുമായിരുന്നു. വിശ്വാസ ജീവിതത്തിൽ അവരെ കൈപിടിച്ചു നടത്തിയതാകട്ടെ ആ കാലഘട്ടത്തിലെ ചില വൈദികരും. ഇത്തരത്തിൽ സ്വന്തം ജീവനെയും തൃണവത്ഗണിച്ചുകൊണ്ട് ആ സമൂഹത്തിനു വേണ്ടി ജീവിച്ച ഏറെ വൈദികരിൽ പ്രഥമഗണനീയനാണ് ബഹുമാനപ്പെട്ട ചാലിലച്ചൻ. അവരുടെ ആത്മീയ ഭൗതിക അഭിവൃദ്ധിക്കു വേണ്ടി അച്ഛൻ നടത്തിയ പ്രവർത്തനങ്ങൾ തങ്കലിപികളാൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഈ ദൈവജനം എന്നുള്ളൊരാശയം എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് ഈ ആളുകളെ ഒരുമിച്ച് കൂട്ടുക അതിനൊരു വലിയ എനിക്കൊരു ആവേശവും ഹരമായിരുന്നു. അപ്പം ഞാൻ ഈ ദൈവജനത്തെ കാണുന്നത് ഒന്ന് സഭയുടെ ദൃശ്യമായിട്ടുള്ള ആ ദൈവരാജ്യം, അത് സഭയാണ്. ആ സഭയിലെ അംഗങ്ങളെ ഒരുമിച്ച് കൂട്ടുക. അതേസമയം മറ്റുള്ളവരുണ്ടല്ലോ, മറ്റു സമുദായത്തിൽപ്പെട്ട അവരും ദൈവജനത്തിൻ്റെ ഒരു പക്ഷേ അതിൽ നല്ല മനുഷ്യർ ഒക്കെ ഈ ദൈവരാജ്യത്തിൻ്റെ അദൃശ്യ അംഗങ്ങളാണ്, അല്ലെ അദൃശ്യമായിട്ടുള്ള നിലയിൽ അവരും ഇതിൻ്റെ അംഗങ്ങളാണെന്നൊരു ധാരണ എനിക്ക് പണ്ടേ ഉള്ളതുകൊണ്ട് എല്ലാ മനുഷ്യരുമായിട്ട് നല്ല ബന്ധം ഉണ്ടാകണം. അതേസമയത്ത് ക്രൈസ്തവർ അതിൻ്റേതായിട്ടുള്ള ചൈതന്യത്തിൽ ജീവിക്കണം, മറ്റവർ. അപ്പോൾ ഈ ദൈവജനത്തെ ഒരുമിച്ച് കൂട്ടുക എനിക്കൊരു വലിയ ആഗ്രഹമോ ഹരമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ ആയിരുന്നപ്പോൾ ചുറ്റുപാടും ഇങ്ങനെ ഇടയിനില്ലാത്ത ആളുകൾ, ഇപ്പം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്ന ഒരു യേശു ഉണ്ടല്ലോ, അതായത് സിനഗോഗിൽ പഠിപ്പിച്ചും സുവിശേഷം പ്രഘോഷിച്ചും രോഗികളെ സുഖപ്പെടുത്തിയും അതുപോലെ തന്നെ പാപങ്ങൾ മോചിച്ചും ചുറ്റി നടന്ന ഈശോ, അത് എൻ്റെ ഒരു ആദർശമായിട്ട് എനിക്ക് തോന്നി. അത് എപ്പോഴും നന്മ ചെയ്തുകൊണ്ട് ചുറ്റുക. അപ്പോൾ ഞാൻ ചുറ്റുപാടുമുള്ള സ്ഥലത്ത് ക്രൈസ്തവർ കുറച്ചെങ്കിലുള്ള സ്ഥലങ്ങൾ അവിടെ ആളിനെ കണ്ട് അവരെ ഒരു പ്രത്യേക ദൈവജനമായിട്ട് രൂപീകരിക്കുക, ഒരു ചെറിയ സഭ രൂപീകരിക്കുക, അതൊരു വലിയൊരു ആഗ്രഹമോ ഒരു ഹരമോ ആയിരുന്നുകൊണ്ട് അതിനുള്ള എന്ത് ത്യാഗവും എനിക്കൊരു വിഷമമല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ വളാലിരുന്നുകൊണ്ട് ഭീമനടി ആദ്യം കരിവേടകം തുടങ്ങി. കരിവേടകം എന്ന് പറയുന്നത് അവിടുന്ന് ഏകദേശം ഒരു 18-20 കിലോമീറ്ററുണ്ട്. അത് മലകൾ കയറി ഇറങ്ങണം, പുഴ കടക്കണം, പിന്നെ കാട്ടുപ്രദേശത്തൂടെ പോകണം. വാഹനത്തിൽ പോകണമെങ്കിൽ ഒരു ഏകദേശം ഒരു 120 കിലോമീറ്റർ കറങ്ങണം, പിന്നെ ഒരു 5 കിലോമീറ്റർ നടക്കണം. അതുകൊണ്ട് കുറുക്കനാണ്. അപ്പം അവിടെ എനിക്ക് എൻ്റെ നാട്ടുകാരായിട്ടുള്ള ചിലരൂടെ അവിടെ ഉണ്ട്. ഒന്ന് ചെമ്പേരിയിൽ നിന്ന് പോയ ഒരു കുടുംബം, പിന്നെ ചിറ്റാർ വലൂർ ഭാഗത്തു നിന്ന് പോയ ഒന്നുണ്ട്. അവർക്ക് എൻ്റെ ഫാദറിനെയൊക്കെ നല്ല പരിചയം ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു പ്രാവശ്യം കാഞ്ഞങ്ങാട് വെച്ച് അവരെ കണ്ടു, അത് 2 പേരെ. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛൻ വളാലിലുണ്ടല്ലോ, ഞങ്ങൾക്ക് അച്ഛനൊന്നും അവിടെ ഇല്ല, അച്ഛനവിടെ വരണമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഒന്ന് പോയിക്കളയാവുന്നതുകൊണ്ട് ഞാൻ അവിടെ പോയി. അവിടെ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്, അവിടെ CJ വർക്കിച്ചൻ അവിടെ ഒരു 70-72 ഏക്കർ സ്ഥലം 36-ൻ്റെ 2 പ്ലോട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ പത്രമേനി വിറ്റ്. അത് അച്ഛനും മലൂക്കാരനാണല്ലോ, ഞങ്ങൾ അടുത്തടുത്ത ഇടവക. അപ്പോൾ അവിടെ ഞാനും, അപ്പോൾ അവർക്ക് എനിക്ക് താല്പര്യമായി. അവിടെ അച്ഛൻ അവിടെ ഒരു ദിവസം മറ്റോ ഒരു വീട്ടിൽ കുർബാനയിലിട്ടുണ്ട്, പിന്നെ പള്ളിക്ക് വേണ്ടി ഒരു 3 ഏക്കർ സ്ഥലവും കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവരെ എല്ലാം കൂടെ ഒരു ഇച്ചിരി തറ കെട്ടി ഇച്ചിരി വീട്ടുകളിലൊക്കെ മുറിച്ച് പണിയാനുള്ള പരിപാടിയുണ്ട്. അപ്പം ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ മുതൽ ഇങ്ങനെ വീടുകളിൽ ഞാൻ ഏതെങ്കിലും ഇടദിവസങ്ങളൊക്കെ ചെല്ലാൻ പറ്റുള്ളൂ. ഇടദിവസങ്ങൾ ഞാൻ അവിടെ ചെല്ലും. അങ്ങനെ കുറച്ച് ദിവസം ഇടദിവസങ്ങൾ ചെല്ലിക്കഴിഞ്ഞ് വരുമ്പോൾ അച്ഛൻ, ഞങ്ങൾക്ക് ഞായറാഴ്ച കുർബാനയല്ലേ വലിയ പാട്, അതുകൊണ്ട് അച്ഛനൊരു ഞായറാഴ്ച ഒന്ന് കുർബാനയുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് അവിടെ 2 പള്ളി കുർബാനയുള്ള ഏതായാലും, അപ്പോൾ അതിനുശേഷം ഇവിടെ വരണമെങ്കിൽ എപ്പോഴും അത് സാരമില്ല, ഞങ്ങൾ ഇച്ചിരി രാത്രി ആയാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വളാലിൽ ചെല്ലും.
അതിനുശേഷം മാവുള്ളാലി പോയി ചെല്ലും. വളാലിൽ രാവിലെ ചെല്ലണം, കാരണം ഞാൻ താമസിക്കുന്ന സ്ഥലമല്ലേ. അപ്പോൾ മാവുള്ളാലി ചെന്ന് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും രണ്ടിടത്തും ചെല്ലുമ്പോൾ അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കണം. ചിലപ്പോൾ പൊതുയോഗം ഉണ്ടാവും, കുമ്പസാരമുണ്ട്, ഈ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഇല്ല ഒത്തുകല്യാണോ വേദപാഠം കേൾക്കണ്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടൊക്കെ അന്ന് മിക്കവാറും ഒക്കെ ചെല്ലുന്ന സ്റ്റേഷൻ നടത്തണമല്ലോ. അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് ചിലപ്പം പോകുന്നു, പിന്നെ ഓടിയാലേ ഇവിടെ എത്തുള്ളൂ. ഒരു 7 മണിക്കൂർ ഒരു വിധത്തിൽ നടന്നാൽ പൊക്കിയല്ല, ഒരു ഇത് ഓടണം, ഈ മലയും കാടും ഒക്കെ കയറി. അങ്ങനെ ചെന്ന ഇപ്പോൾ ചില അപ്പോൾ 7:30 ആയാലും 8 ആയാലും അവിടെ ഒരു 10-50 പേര് കാണും കുർബാനയ്ക്ക്. അപ്പം ഞാൻ ഒന്ന് ചെല്ലുമ്പോൾ പറയും ഇത് വലിയ പ്രയാസമാണെന്ന് ഞാൻ പറയും. എങ്ങനെയാലും അച്ഛൻ വരണമെന്ന് അവർ പറയും. അപ്പം ഞാൻ ഒരിക്കലും വേറെ ആളിനെ കൂട്ടിയിരുന്നില്ല. കാരണം ഇങ്ങനെ ആളിനെ കൂട്ടിക്കഴിഞ്ഞാൽ അവർ പിന്നെ വീണ്ടും ഒരിക്കലും ഈ കുർബാനയ്ക്ക് പോകാൻ സമ്മതിക്കില്ല. അപ്പോൾ എൻ്റേതായിട്ടുള്ള ഒരു നിലയിൽ ഞാൻ തന്നെ പോയാലേ, പക്ഷേ അങ്ങനെ പോകുമ്പോൾ ഒരു വിഷമമുണ്ട്. ചിലപ്പോൾ രാത്രിയാകുമ്പോൾ ഒക്കെ വലിയ വിഷമം. അപ്പോൾ ഞാൻ പിന്നെ ഈ ഗംബൂട്ട് വാങ്ങിച്ചിട്ടു. കാരണം ഇല്ല പാമ്പ് കടിക്കാതിരിക്കണം. ഇപ്പോൾ ഇവിടം വരെയുള്ള ഹണ്ടിങ് ഷൂ. അതെ, ഹണ്ടിങ് ഷൂ. അപ്പോൾ അത് നടപ്പിച്ച വിഷമമാണ്. എന്നാലും അങ്ങനെയൊക്കെ പോയി. ആ കാലഘട്ടങ്ങളിൽ ബഹുമാനപ്പെട്ട ചാലിലച്ചനും ആ ജനതയും അതിജീവിക്കേണ്ടതായുണ്ടായിരുന്ന പ്രതിസന്ധികൾ ഏറെയായിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതകൾ മുതൽ പ്രകൃതി ദുരന്തങ്ങൾ വരെയുള്ള ഏറെ പ്രതിസന്ധികളെ നേരിടുമ്പോഴും ദൈവാശ്രയബോധവും തങ്ങളുടെ ദൗത്യം ദൈവനിശ്ചിതമാണെന്ന ഉറപ്പും മാത്രമായിരുന്നു അവരുടെ കൈമുതൽ. ഘട്ടം ഘട്ടമായി വളർച്ചയെ നേടിയെടുക്കുമ്പോഴും ഇടയ്ക്കിടെ നേരിടേണ്ടിയിരുന്ന ഇത്തരം ദുരനുഭവങ്ങൾ ഏറെ തളർത്തിയിരുന്നുവെന്ന് അച്ഛൻ ഓർമ്മിക്കുന്നു. എങ്കിലും വീഴാതെ പിടിച്ചു നടത്തിയ ദൈവത്തിൻ്റെ അനന്തകാരുണ്യം വിസ്മയനീയമാണ്. എല്ലാ കഷ്ടപ്പാടിനും ദുരിതങ്ങൾക്കും വേദനകൾക്കും മീതെ തൻ്റെ കരം താങ്ങുവാനായുണ്ടെന്ന ബോധ്യം അദ്ദേഹത്തിന് ദൈവം പകർന്നു നൽകിയത് ഏറെ അനുഭവങ്ങളിലൂടെ തന്നെയാണ്. പ്രാർത്ഥനയ്ക്ക് ഉടനെ ഉത്തരമുണ്ടെന്നും ദൈവത്തിൻ്റെ കരബലം ഒരിക്കലും കുറഞ്ഞു പോവുകയില്ലെന്നും അവിടുന്ന് അദ്ദേഹത്തെ തീക്ഷ്ണമായ അനുഭവങ്ങളിലൂടെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. താരതമ്യേന ചെറിയ വേദനകൾക്കും വിഷമതകൾക്കുമിടയിൽ പതറുകയും ജീവിതം കണ്ണീരിലാഴ്ത്തുകയും ചെയ്യുന്ന നമുക്ക് മുന്നിൽ ദൈവപരിപാലനയുടെ വലിയൊരു ദീപശിഖയാണ് ബഹുമാനപ്പെട്ട ചാലിലച്ചൻ. ഞാൻ അവിടെ തന്നെ കൊട്ടോടിയിൽ തുടങ്ങി, എണ്ണപ്പാറ പോയി, കാഞ്ഞിരത്തക്കത്ത് പോയി. അപ്പോൾ അവിടേക്കുള്ള ചില അനുഭവങ്ങൾ പലപ്പോഴും ഒരു വീട്ടിൽ ചെന്ന് താമസിക്കുന്ന സ്ഥലമൊന്നും കാണിയല്ല. ഞാൻ ചിലപ്പോൾ രാത്രി എപ്പോഴും ചെല്ലുന്നത്. ആകപ്പാടെ വീട്ടിലൊരു കട്ടിലുണ്ടാവും. ആ കട്ടിൽ ചിലപ്പോൾ ഏറുമാടത്തിലായിരിക്കും. കാവലിന് അച്ഛന്മാരെയൊക്കെ വീട്ടിൽ കിടത്താൻ സൗകര്യമില്ല. ഒന്ന്, രണ്ടാമത് പള്ളിക്ക് സ്ഥലമില്ല. അങ്ങനെ ഒരു പള്ളിയായിട്ടൊന്നും ഇല്ലല്ലോ, മുഴുവൻ കാറ്റും ഒക്കെ ആയിട്ട് തണുപ്പൊക്കെ അല്ലേ. അപ്പോൾ ഏറുമാടത്തിലാണ് ചിലപ്പോൾ പോയി കിടക്കേണ്ടത്. കാരണം അവർ ഏറുമാടത്തിൽ എന്നെ കിടത്തിയിട്ട് അവർ വീട്ടിലോട്ട് പോരും. അപ്പോൾ അങ്ങനെ പലപ്പോഴും ഏറുമാടത്തെ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ പൗലോസ്ലീഹ പറഞ്ഞ പേരുള്ളത്, ഞാൻ നിങ്ങൾക്ക് ഭാരമാകാതിരിക്കാൻ ശ്രമിച്ചിരുന്നു. അതെൻ്റെ മനസ്സിനെ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരിക്കലും ഭാരമാകരുത് മറ്റുള്ളവർക്ക്. ഞാൻ ഏറ്റവും ചിലവ് ചുരുങ്ങിയ രീതിയിൽ ഒക്കെ ജീവിക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ കഴിയുന്നിടത്തോളം പിന്നെ എന്നെ വളരെ ആകർഷിച്ചിട്ടുള്ളൊരു ഒരു ഒരു ദൈവവചനം ഉണ്ടായിരുന്നു. പൗലോസ്ലീഹ കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, ടു സ്പെൻഡ് ആൻഡ് ടു ബി സ്പെൻഡ്. മറ്റുള്ളവരുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി വ്യയം ചെയ്യാനും വ്യയീതനാകാനും അത് തന്നെ ഒത്തിരി സ്വാധീനമുള്ള വാക്കുകളാണ്. അപ്പം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക, വ്യയം ചെയ്യുക, നമ്മളെ തന്നെ അങ്ങോട്ട് സ്പെൻഡ് ആൻഡ് ബി സ്പെൻഡ്. അത് എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുള്ള എൻ്റെ ഓർഡിനേഷൻ്റെ ആപ്തവാക്യാണ് ഞാൻ എടുത്തതാണ്, ടു സ്പെൻഡ് ആൻഡ് ടു ബി സ്പെൻഡ്. അപ്പോൾ ആ നിലയിലുണ്ടായിരുന്നു ഞാൻ കഴിയുന്നിടത്തോളം എനിക്ക് വേണ്ടിയിട്ട് ആരുടെയും കൂടുതൽ അധ്വാനവും ഭാരമൊന്നും ഉണ്ടായിരുന്നുള്ള ചിന്ത എനിക്കുണ്ട്.
വിവരണങ്ങൾക്കതീതമായ പ്രവർത്തന പന്ഥാവിലൂടെ ജീവിതകാലം അത്രയും ചരിച്ച ചാലിലച്ചൻ തൻ്റെ ജീവിത വഴികളിലൂടെ തിരിഞ്ഞു നോക്കുമ്പോൾ അത് നമുക്ക് മുന്നിൽ വലിയൊരു ജീവിത സാക്ഷ്യമായി മാറുന്നു. അവസാനമില്ലെന്ന് തോന്നിയേക്കാവുന്ന കഷ്ടതകൾക്കും ജീവിതത്തെ പിടിച്ചുകുലുക്കുന്ന പ്രതിസന്ധികൾക്കുമപ്പുറം ദൈവമെന്ന യാഥാർത്ഥ്യം വലിയ ശക്തി പകർന്നു നൽകിക്കൊണ്ട് നമുക്കൊപ്പം ചരിക്കുന്നുവെന്ന സത്യത്തെ വെളിപ്പെടുത്തുന്ന ജീവിത സാക്ഷ്യം. അതിശയകരമായി ദൈവം അദ്ദേഹത്തെ നയിച്ച വഴികളിലൂടെയുള്ള നമ്മുടെ പ്രയാണം തുടരുന്നു. അദ്ദേഹത്തിനായി ആശംസകളോടെ, പ്രാർത്ഥനകളോടെ നമുക്ക് കാത്തിരിക്കാം. എന്നോട് ചോദിച്ചവരൊക്കെ പറഞ്ഞു, ഒരിക്കലും ചെയ്തേക്കരുത്, അച്ഛന് വലിയ കുഴപ്പത്തിലാകും, എങ്ങനെയായാലും മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യമല്ലേ എന്നും പറഞ്ഞ് ഞാൻ ധൈര്യമായിട്ട് അങ്ങ് ഏറ്റെടുത്തു. ഒരച്ഛൻ ചെല്ലുന്നുണ്ട് എല്ലാവരും പഴയ ലോണുകളെല്ലാം പുതുക്കി തന്നു. 12 വർഷം 15 വർഷം മുമ്പുള്ളതെല്ലാം 10-300 രൂപയാണ്, അന്ന് വലിയ വിലയാണ് അതിന്. അവരെല്ലാം പുതുക്കി തന്നു. ഞാൻ 6 മാസത്തിനകം ലോൺ വിതരണം തുടങ്ങി. എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി സെക്രട്ടറി ആയിരുന്ന അൽഫോൻസ് കണ്ണന്താനം IAS, അദ്ദേഹം ചെറുപുഴ വന്ന് നമ്മുടെ ഒരു മീറ്റിങ്ങിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്തുകൊണ്ട് ഈ കുടിയ മലബാർ തലശ്ശേരി രൂപതയ്ക്ക് ഒരു എഞ്ചിനീയറിംഗ് കോളേജിനെ പറ്റി ചിന്തിച്ചുകൂടാ എന്ന് അദ്ദേഹം പ്രശ്നം. ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചു. എന്നാൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛൻ മുന്നോട്ട് വരിക, ഞാൻ ഇപ്പോൾ എഡ്യൂക്കേഷനൊക്കെ എല്ലാ സഹായവും ചെയ്തു തരാം എന്ന് അദ്ദേഹം പറഞ്ഞു.